ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രൂട്ട് കസ്റ്റേർഡ് ആണ്. കുറേ ഫ്രൂട്ട്സിനും ചീത്തയായി പോകുന്നത് കണ്ടപ്പം ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കിയായിരുന്നു ഞാൻ കരുതി. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണമെന്ന്. അങ്ങനെ ഞാൻ നേരെ കടയിൽ പോയി കസ്റ്റേർഡ് പൗഡർ വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അടുക്കളയിൽ പോയി ഇതൊന്നും തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. പാൽ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് പാൽ അതിൽ നിന്ന് മാറ്റി അതൊന്ന് മിക്സ് ചെയ്ത് ഞാൻ അതിലേക്ക് ഒഴിച്ചത്. കാരണം കട്ട കെട്ടാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരവും ചേർത്ത് നന്നായിട്ട് ഇതേപോലെ ഒരു കുറുക്ക് പരുവത്തിലാക്കി എടുക്കണം. പിന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും ഇതിലേക്ക് എടുക്കാം കേട്ടോ. ആ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഇതിലേക്ക് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞ് കുറച്ച് നേരം ചൂടാറാനായിട്ട് വെച്ചു. ചിലർക്ക് ഇത് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കും. ഞാൻ ഇത് ചൂടാറാൻ മാത്രമേ വെച്ചുള്ളൂ. എന്നിട്ട് എൻ്റെ കയ്യിലുള്ള ആ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇത്രയേ ഉള്ളൂ പരിപാടി. സംഭവം സെറ്റാണ്. എന്നിട്ട് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് എടുത്തു. അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം ഫ്രൂട്ട്സിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് കൂടെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.